can't see through the windows, I can't hear through the walls, but I can't live in the middle. From the rain and snow, trying to forget but I won't let go. Looking at a crowded street, listening to my own heartbeat. So many people all around the world. Tell me, where do I find someone like you, girl? Take me to your heart, take me to your soul. Give me your hand before I'm old. Show me what lovers haven't got a clue. Show me that wonders can't be true. They say nothing lasts forever. We're only here today. Love is now or never. Bring me far away. Take me to your heart, take me to your soul. Give me your hand and hold me. Show me what love is, be my guiding star. It's easy, take me to your heart. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിവാഹം സ്വർഗത്തിൽ നടക്കപ്പെടുന്നു എന്നാണ് നാം പറയുക. കാരണം സ്വർഗത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ആണ് നിറഞ്ഞു നിൽക്കുക. ഇന്ന് ബാലുവും ജോളും തങ്ങൾ ഒരു പുതിയ കുടുംബ നിർമ്മാണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വിവാഹമെന്ന കൂതാശയാൽ പരസ്പരം സമ്മതം നൽകി അവർ ഒന്നിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. നാം ഇവർക്ക് ചുറ്റും ആയിരിക്കുമ്പോൾ നമ്മളുടെയും പ്രാർത്ഥനയും ആശംസകളും ഇത് തന്നെയാണ്. ഇവരുടെ ജീവിതം കൂടുതൽ സുന്ദരവും സ്നേഹനിർഭരവും സന്തോഷപ്രദവും ആയി മാറണം എന്ന്. ഇവർ വഴിയായിട്ട് 2 കുടുംബങ്ങൾ ഒന്നായി തീരുന്നു. ഈ കുടുംബങ്ങളിലും കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയപ്പെടണം എന്ന് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ഈ 2 പേരും പരസ്പരം സ്നേഹത്തിൽ ആയിരുന്നുകൊണ്ട് ഈ ഒരു വിവാഹ ബന്ധത്തിന് വേണ്ടിയിട്ട് നാളുകളായി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. നമ്മുടെ പാവങ്ങളെ കുറിച്ച് നമുക്ക് പശ്ചാത്തലിക്കുകയും
അങ്ങേ ദാസരായ ജോമോളിന്റെയും ബാലുവിന്റെയും മേൽ അങ്ങേ കൃപകാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യും. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹത്തിൽ ജീവിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ മേന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചെറുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്തു, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമറിയി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ.
യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ സന്തോഷത്തിന് ഏറ്റവും കാരണഭൂതരായ സ്നേഹബഹുമാനമുള്ള ബാലു, ജോമോൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഇവിടെ ആയിരിക്കുന്നത് വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാനാണ്. ഇന്നു മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ നിന്നെ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പര സമ്മതത്തോടെ ഇവർ തങ്ങളുടെ കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. ബാലു, ഇന്നലെ വരെ ഇന്ന് രാവിലെ വരെ നീ പ്രാർത്ഥിച്ചിരുന്നത് ഒരു നല്ല ഭാര്യയെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലേ? കിട്ടിയോ? കിട്ടിയെന്നാണ് തനിയാട്ടി സമ്മതിച്ചത്. ജോമോൾ, നീ ഇന്ന് രാവിലെ വരെ പ്രാർത്ഥിച്ചിരുന്നത് ഒരു നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലേ? കിട്ടിയല്ലോ, കിട്ടി. പരസ്പരം നല്ലതാണെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ ഈ നല്ലത് എന്ന് പറഞ്ഞത് 1-2 ദിവസം ഈ മധുവിധുവൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് കഴിയുമ്പോൾ തീരേണ്ടതല്ല. നമ്മൾ കടയിൽ പോയി ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു മറക്കാതെ നമ്മൾ ചോദിച്ച് വാങ്ങും ഒരു വാറണ്ടി കാർഡ്. 1-2 വർഷം അല്ലെങ്കിൽ 10 വർഷം, ഒന്നുകിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വാറണ്ടി, ഇതേ കിട്ടും. പക്ഷേ ഇന്ന് ഈ അൾത്താരയുടെ മുൻപിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അത് റീപ്ലേസ്മെന്റ് വാറണ്ടി അല്ല. അത് നിങ്ങളുടെ ജീവിതം മുതൽ നിങ്ങൾ ക്രിസ്തുവിന്റെ അടിസ്ഥാനമായി ഇവിടെ ജീവിക്കുക എന്നതാണ് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അന്ന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജോമോൾ, നിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. ഇന്ന് രാവിലെ വരെ നീ ഒരു നല്ല ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് മുതൽ നിന്റെ പ്രാർത്ഥന, ദൈവമേ, എനിക്ക് ഒരു നല്ല കുടുംബനാഥയായിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്നതായിരിക്കണം. ബാലു, നിന്റെ പ്രാർത്ഥനയും ഇങ്ങനെ തന്നെയായിരിക്കണം. എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് ഒരു നല്ല കുടുംബനാഥനായിക്കൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്നും നീ ഉണരേണ്ടതും ഉറങ്ങേണ്ടതും. ഞാനൊരു നല്ല ജീവിതമാണ് ഇവർക്ക് ആദ്യമേ നേർന്നത്. പക്ഷേ എനിക്ക് ഇവർക്ക് ഒന്നുകൂടെ നേരാനുണ്ട്. നിങ്ങൾ ഏറ്റെടുക്കുന്ന തീരുമാനം അത് അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഇന്ന് മുതൽ മരണം വരെ, 1-2 വർഷത്തേക്കല്ല, മരണം വരെ അത് കൃത്യതയോടെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറിയ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. ആദ്യം തീരുമാനം എടുത്തത് രഹസ്യമായി ഉപേക്ഷിക്കാൻ. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്റെ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണ്. ദൈവം തന്നോട് സംസാരിച്ചത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ തീരുമാനത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുകയാണ്. അവരെന്നെ കൊടുക്കേണ്ട മാഹാത്മ്യവും മഹിമയും നിങ്ങളുടെ ജീവിതത്തിലും പരസ്പരം നൽകുക. നിങ്ങളുടെ തീരുമാനങ്ങൾ അത് ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ജോമോൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ബാലുവിന് ഇഷ്ടപ്പെടണമെന്നില്ല. ബാലുവിന്റെ തീരുമാനം ജോമോൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എപ്പോഴും ഒരുമയോടെ ഒരുമിച്ച് തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ അത് ദൈവഹിതമാണോ എന്ന് ഒന്ന് പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ
ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കുടുംബജീവിതം ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അതിൽ ഒരു തീർച്ചയും ഉറപ്പാണ്. ഇവിടെ ജോമോളെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഈ ടോൺ എപ്രകാരമായിരിക്കുമെന്ന് ഇന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ സമയത്ത് ഉള്ള ഒരു ടോണായിരിക്കും. ജോമോളടുത്ത് ചോദിക്കും, കുടുംബക്കാരോ കൂട്ടുകാരോ ഒക്കെ, ഈ ബാലുവിനെ എവിടെ നിന്ന് നിനക്ക് കിട്ടിയത്? അന്ന് നിങ്ങൾ എന്ത് ഉത്തരം പറയണമെന്ന് കൃത്യമായി പറഞ്ഞു തരാം. നീ ആദ്യം പറയേണ്ട ഉത്തരം ഇപ്രകാരമായിരിക്കും: എനിക്ക് ദൈവത്തിന്റെ അൾത്താരയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് എനിക്ക് ജോമോളെ കിട്ടി എന്നതായിരിക്കണം നിന്റെ ഉത്തരം. ജോമോളും പറയേണ്ട ഉത്തരം ഇത് തന്നെയാണ്: എനിക്ക് ദൈവത്തിന്റെ അൾത്താരയിൽ നിന്ന്, ബലിപീഠത്തിന്റെ മുൻപിൽ വെച്ച് എനിക്ക് ഭർത്താവായി ബാലുവിനെ കിട്ടിയെന്ന് പറയണം. നിങ്ങൾ ഒരു ശരീരമായി മാറുകയും നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അതികൃത്യതയോടെ നിറവേറ്റുവാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ നിന്ന് നിനക്ക് ഇവളെ കിട്ടി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ബലിപീഠം തന്നെയാകണം. ഓർക്കുക, എവിടെ നിന്ന് ബാലു, കാരണം ബാലുവിനെ ജോമോളെ ഈ അൾത്താരയുടെ മുൻപിൽ വെച്ചാണ് ലഭിക്കുന്നത്. ഇതിന് റീപ്ലേസ്മെന്റ് വാറന്റി ഒന്നും ഇല്ലേ? അതോ ഇങ്ങനെ മെയിൻ്റെനൻസ് വാറന്റി മാത്രമേ ഉള്ളൂ എന്നാണ് ആ സഹോദരൻ ചോദിച്ചത്. പക്ഷേ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് ലഭിച്ച കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അത് റീപ്ലേസ്മെന്റ് വാറന്റിയോടെ ജീവിത പങ്കാളിയോട് പറയുമ്പോൾ ഓർക്കുക, അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്ത് എന്ന് ഒന്ന് തിരിച്ചറിയാൻ പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമൊക്കെ വന്നു ചേരും. മാതാപിതാക്കളെ, ജോമോളുടെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഓർക്കുക, ബാലുവും ജോമോളും ഓർക്കുക, ഈ പ്രിയ മാതാപിതാക്കളുടെ സഹനത്തിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ, ഏറ്റവും വലിയ ത്യാഗത്തിന്റെ അടയാളമാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധമായ കുദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണെന്നും ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കുദാശയാൽ വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെ സഭയുടെ പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടനം. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ് കൊണ്ട് നിങ്ങളെ സമ്പന്നമാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ താലിയും മോതിരങ്ങളെയും ആശീർവദിക്കണം.
ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കുന്നു. ദൈവമേ, പ്രസാദവരത്തിന്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണം. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവര വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഭാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം അരുളണം. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കാര്യം ധരിച്ചു. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചിട്ടുള്ളത്. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചിട്ടുള്ളത്. സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച പ്രാർത്ഥനകളോടൊപ്പം പ്രത്യേകമായി ഈ സഹോദരങ്ങളെയും ജോമോളെയും ബാലുവിനെയും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ പവിത്രമായൊരു കുടുംബത്തിന് രൂപം നൽകിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവ് ഇവർക്ക് നൽകട്ടെ എന്ന് ഒരു നിമിഷം നമുക്ക് നല്ല തമ്പുരാന്റെ സന്നിധി പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിഭാഗത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തൃക്കൺ പാർക്കണം. സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും
വിവാഹ കുദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശങ്ങളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാവര സമൃദ്ധി അങ്ങ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിന്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടുമൊത്ത് അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന്
നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണം. ദർശനത്തിന്റെ ഈ ബലി സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാഗണത്തോടും അങ്ങിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി, എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ഭയം നമുക്ക് ആലപിക്കാം. സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിക്കപ്പെടാൻ വേണ്ടി
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗലാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസരായ ബാലുവിന്റെയും ജോമോളുടെയും മേൽ അങ്ങേ വലത്തുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സാന്നിധ്യത്തിന്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവർത്തികളാൽ നിലനിർത്തുവാനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജരാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ ജോമോളെ അങ്ങേ സ്നേഹം അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും കൃത്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിന്റെയും കരുതലുള്ള പിതാവിന്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിൽ ഒന്നായി തീർന്നു അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തു അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വിവാഹമെന്ന ഉദാശയോടെ നിങ്ങൾ ഇന്ന് കുടുംബജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുക. നമുക്കറിയാം, ഏതൊരു കെട്ടിടത്തിൻ്റെ ആയാലും അത് എത്ര വലിയ കെട്ടിടമായാലും അത് നിലനിൽക്കുന്നത് അതിൻ്റെ ശക്തമായ തൂണിന്മേൽ അല്ലെങ്കിൽ പില്ലറിന്മേലാണ്. പരസ്പര വിശ്വസ്തത, പരസ്പര സമർപ്പണം. ഇതിലേതെങ്കിലും ഒന്നിന് ഇളക്കം തട്ടിയാൽ ആ കുടുംബ ജീവിതത്തിനും ഇളക്കം തട്ടുന്നു എന്നാണ്. ഏതൊരു കെട്ടിടവും നിലനിൽക്കുന്നത് ശക്തമായ തൂണിന്മേലായതുപോലെ തന്നെ നിങ്ങളുടെ ഈ വിവാഹ ജീവിതം, കുടുംബ ജീവിതം ഈ 4 തൂണിന്മേൽ ശക്തിയായിട്ട് ഉറച്ചു നിൽക്കുവാൻ മരണം വരച്ച പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മരണം വരെ അതിന് ഇളക്കം തട്ടാതെ നിലനിൽക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നിങ്ങൾക്ക് നേരുന്നു. പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉദാശയരമായി തീർന്ന ഇവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ പിതാവായ ദൈവം തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നമ്മുടെ ഇടവകയിലും ഇന്ന് വിവാഹം കഴിഞ്ഞ ജോമോൻ, ബാലു ഞങ്ങളുടെ ഇടവകയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. ജോമോൻ തന്നെ KCYM സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ജോമോളുടെ പപ്പ നമ്മുടെ ആലയത്തിൻ്റെ ഉപദേശിയായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ബാലു ഈ ഇടവക അംഗമാണ്. മുൻ പ്രസിഡന്റായ സെക്രട്ടറി ആയിട്ടൊക്കെ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു നല്ല ഒരു മാതൃക സഭയ്ക്ക് നല്ല മാതൃകപരമായി ജീവിച്ചു വരുന്ന നല്ല മക്കളായിട്ട് ആയിത്തീരുകയാണ്. ഇനിയും ആ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുവാൻ ദൈവം ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിലെ ചെറിയൊരു ഉപകാരം ഏറ്റുവാങ്ങുവാനായിട്ട് രണ്ടുപേരെയും ഇത് കൊടുക്കുവാനായിട്ട് ഇടവുകാരി ലവേശ്വരൻ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്തു. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got.
doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. Right where we stand. Too good to be true. I wanna spend my life with you. I wanna spend my life with you. Too good to be true. Wanna spend my life with you. Wanna spend my life with you. മഴമെല്ലെ മായുമീ നേരം ഈ നനവും കഥ പറയവേ കണ്ടൂരങ്ങൾ തികയാതെ നാം വിൺതീരങ്ങൾ അണയുന്നിതാ നിന്നാത്മാവിൻ മിഴിനീലതി തിരയുന്നോരാ തിരയാളിയായി നിൻ കൂടെ ഞാനില്ലയോ നിൻ കൂടെ ഞാനില്ലയോ ദീപ
വിവാഹമെന്ന ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ യാതൊരുവിധ കുറവുകളോ പ്രയാസങ്ങളോ ബലഹീനതകളോ കൂടാതെ പരസ്പരം ഉള്ളതുകൊണ്ട് ജീവിക്കുവാനുള്ള നല്ല മനസ്സ്. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. been having dreams, jumping on a trampoline, flipping in the air. I never land, just float there. As I'm looking up, suddenly the sky erupts. Flames alert the trees, spread to fallen leaves. Now they're